മുസ്ലിം ലീഗ് നിയമസഭാ പാർട്ടി ലീഡർ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള കേരള യാത്ര വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് വന്നിട്ടുള്ളത്. സമത്വം, സൗഹൃദം, സമന്വയം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങളാണെങ്കിലും ഈ ഇന്ത്യയിലും സംസ്ഥാനത്തും വന്നുകൊണ്ടിരിക്കുന്ന ചെറുതായിട്ടുള്ള ഇതുപോലുള്ള ശ്രമങ്ങളാണെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ ഈ ജാഥക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം ജാഥകൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്ര ശ്രദ്ധേയമായി ജനങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ വന്നു ചേർന്നിട്ടുള്ള ആവേശപരമായി വന്നിട്ടുള്ള ഒരു ജാഥയൊന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിലെ ഈ ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ഈ ജാഥക്ക് അതിൻ്റേതായ പൊതുസ്വീകാര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും ഈ ഗവൺമെൻറ്റിനെ താഴെയിറക്കാനും വേണ്ടിയുള്ള എല്ലാ കുലിശിത ശ്രമങ്ങളെയും തുറന്നു കാണിക്കാനും ഈ ജാഥ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് തുടർച്ച വേണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. അത്രയധികം വികസന കാര്യങ്ങളും ജനക്ഷേമ കാര്യങ്ങളും കാരുണ്യ പ്രവർത്തനം നടത്തിയുള്ള ഒരു ഗവൺമെൻറ് എന്ന നിലയിൽ അതിൻ്റെ തുടർച്ച എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ജനങ്ങളുടെ വലിയ പിന്തുണ കിട്ടിയിട്ടുള്ള ഒരു ജാഥയാണ് ഇത്. സഹകരിച്ചിട്ടുള്ള എല്ലാ പാർട്ടി പ്രവർത്തകന്മാരെയും നേതാക്കന്മാരെയും എല്ലാ പോഷകങ്ങളെയും പ്രത്യേകം അഭിനന്ദിക്കുകയെന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. കേരള യാത്ര ആവേശഭരിതവും അതോടൊപ്പം നന്മ നിറഞ്ഞതുമായ ഒരു മഹാസംഭവമാക്കി മാറ്റിയ കേരളത്തിലെ പ്രബുദ്ധരായ ജനാവലിയെ സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു എളിയ പ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുക. ഈ ജാഥയിലുടനീളം സഞ്ചരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. ഇത്രയേറെ ജനങ്ങൾ സ്വന്തം നെഞ്ചോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ ദൗത്യം ഇതിനു മുമ്പ് കേരളം ഒരിക്കലും ദർശിച്ചിട്ടില്ല എന്നതാണ് സത്യം. ഈ യാത്രാപ്രയാണം നടത്തിയ എല്ലാ സ്ഥലങ്ങളിലും വളരെ വലിയ ജനക്കൂട്ടമായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കുള്ള സന്തോഷം ഈ കേരള യാത്രയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ഈ ടീം കേരള മണ്ണിൽ വിതച്ചിട്ടുള്ള നന്മയുടെ സന്ദേശം കാലം എത്ര കഴിഞ്ഞാലും അത് നശിച്ചു പോകില്ല. അവയെല്ലാം തന്നെ ഓരോ കാലഘട്ടത്തിലും ഉണർന്നുകൊണ്ടിരിക്കും. പുതിയ മുകുളങ്ങളായി അത് പുറത്തു വരും. കേരള സമൂഹത്തിന് അത്രയധികം നന്മകൾ ഈ കേരള യാത്രയിലൂടെ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, കടന്നുപോകുന്ന എല്ലാ വഴികളിലും മതസൗഹാർദ്ദത്തിൻ്റെ സന്ദേശം പുതുക്കിയിട്ടാണ് ഞങ്ങൾ കടന്നു വന്നിട്ടുള്ളത്. നാനാജാതി മതസ്ഥരുമായി സംസാരിച്ചു, ഒരുപാട് നല്ല പദ്ധതികൾ അനൗൺസ് ചെയ്തു, വളരെ വലിയ തോതിൽ ജനങ്ങൾ അതിനെ സ്വീകരിച്ചു. ആ നിലയെല്ലാം നോക്കുന്ന സമയത്ത് ഈ മുദ്രാവാക്യങ്ങൾ അനർത്ഥമാക്കുമാറുള്ള ഏറ്റവും നല്ല ഉജ്ജ്വലമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ച സംതൃപ്തിയും ജാഥ ക്യാപ്റ്റൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിനും അദ്ദേഹത്തിൻ്റെ കൂടെ അനുഗമിച്ച ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാറ്റിലുപരി ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനുമുണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരള യാത്ര ഒരു പ്രത്യേക അനുഭവമാണ്. മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ ഇത്രയും ജനബാഹുല്യമുള്ള ഒരു യാത്ര എൻ്റെ ഓർമ്മയിൽ ഇല്ല. വളരെയധികം ആപാലവൃതം ജനങ്ങൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമപ്പുറം ഈ യാത്രയെ വരവേൽക്കാനുണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ യാത്രയായി തുടങ്ങി കേരളത്തിലെ മുഴുവൻ ജനതയുടെയും യാത്രയായി സമാപിക്കുന്ന അനുഭവമാണ് കേരള യാത്രയിൽ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തിട്ടുള്ളത് മറ്റു മതസ്ഥർ, പ്രത്യേകിച്ച് ശബരിമല മുൻ മേൽശാന്തി പങ്കെടുത്തത്, രാജരാജവർമ്മ എന്ന പന്തളം രാജാവ് പങ്കെടുത്തത്, അതുപോലെ വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ ചർച്ചുകളിൽ ഒക്കെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ആദരവും ബഹുമാനവും ആശീർവാദവും അതൊക്കെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ്. മുസ്ലിം ലീഗ് എന്തിന് നിലകൊള്ളുന്നു എന്നതിൻ്റെ വ്യക്തമായ സന്ദേശം കേരളത്തിന് നൽകാൻ നമുക്ക് സാധിച്ചു. ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് ഓരോ മതങ്ങളും പെരുമാറേണ്ടത്, അത് സൗഹൃദത്തിലായിരിക്കണം, അവിടെ ഒരു സമത്വം ഉണ്ടായിരിക്കണം, അവർക്കിടയിൽ സമന്വയം ഉണ്ടായിരിക്കണം. ഇത് എല്ലാവരും ഒരേ സ്വരത്തിൽ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ എതിരാളികൾ പോലും
ഈ യാത്രയുടെ സന്ദേശത്തെ വളരെ വലിയ ഒരു മെസ്സേജായിട്ട് കാണുകയും അതിനെക്കുറിച്ച് പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് എതിരാളികൾക്ക് പോലും, എതിർ രാഷ്ട്രീയ കക്ഷികൾക്ക് പോലും മുസ്ലിം ലീഗിൻ്റെ ഈ സന്ദേശത്തെ എതിർക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാഷിസത്തെ, അതുപോലെ തന്നെ സംഘപരിവാർ പ്രഭൃതികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിവിധ തരം ശിഥിലീകരണ പ്രവർത്തനത്തെ ഒക്കെ തുറന്നു കാണിക്കാൻ ഈ യാത്രയ്ക്ക് സാധിച്ചു. അതുപോലെ കേരള രാഷ്ട്രീയത്തിലെ വളരെ സങ്കുചിതമായി, നിഗൂഢമായി, രാഷ്ട്രീയത്തിനപ്പുറമുള്ള വ്യക്തിഹത്യകളിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി കടക്കുന്നത് ശരിയല്ല എന്നുള്ളതിൻ്റെയും വികാരം നമുക്ക് ജനങ്ങളിൽ തന്നെ കാണാൻ സാധിച്ചു. വളരെ ഗംഭീരമായിട്ടുള്ളൊരു സമാപന സമ്മേളനമാണ് നടന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് രോഹിത് വെമുലയുടെ കുടുംബാംഗങ്ങൾ വരികയും ഈ യാത്രയെ അഭിവാദ്യം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. ലോകത്ത് സമത്വം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ദളിത് വിഭാഗത്തിൻ്റെ സമുദ്ധാരണവും മുസ്ലിം ലീഗ് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള ഒരു വലിയ സന്ദേശം നമുക്ക് സമാപന സമ്മേളനത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചു. മാത്രമല്ല, ആ കുടുംബത്തിന് എല്ലാവിധ പിന്തുണയും നൽകിയതോടുകൂടെ ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള, പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള, ഇന്ത്യയിൽ ഒരു കൂരയ്ക്ക് കീഴിലെങ്കിലും കിടന്നുറങ്ങണം സ്വസ്ഥമായി എന്ന് ആഗ്രഹിക്കുന്നവരുടെയൊക്കെ മനസ്സിന് കുളിർമയുണ്ടാക്കുന്ന ഒരു സമാപന സമ്മേളനമാണ് നമുക്കുണ്ടായത്. ഈ രീതിയിൽ ഈ യാത്രയുടെ സന്ദേശം കേരളം മുഴുവൻ ലഭ്യമായിരിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസത്തിൽ ഇതിനോട് സഹകരിച്ച, ഇതിൽ വന്നു ചേർന്ന, ഇതിനെ വമ്പിച്ച വിജയമാക്കിയ എല്ലാവർക്കും മുസ്ലിം ലീഗിൻ്റെ പേരിലുള്ള ഹൃദയംഗമമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജാഥയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് തോന്നുന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമാണ് ഇതിനകത്ത് ലഭിച്ചിട്ടുള്ള വമ്പിച്ച ജനകീയ പിന്തുണയുടെ അടിസ്ഥാനമായിട്ടുള്ള ചില കാരണങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജാഥയുടെ പ്രമേയമാണ്. സൗഹൃദം, സമത്വം, സമന്വയം എന്ന് പറയുന്ന പ്രമേയം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ജാഥയിൽ ഉടനീളം കണ്ടിട്ടുള്ളൊരു അച്ചടക്കമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മാസ് വരിക എന്ന് പറയുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടികളിലും ഒരു മാസിൻ്റെ മൂവ്മെൻറ്റ് വലുതായിട്ടുണ്ടാകുന്നതിനനുസരിച്ച് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ജാഥയിൽ ഒരിടത്തും ഉണ്ടായില്ല എന്നുള്ളതാണ്. ജാഥയുടെ പ്രകടനങ്ങളാവട്ടെ, ജാഥയിൽ സ്വീകരിച്ചിട്ടുള്ള അച്ചടക്ക രീതികളും എല്ലാം വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രമേയത്തിൻ്റെ കാര്യത്തിലും ഒരു പതിവില്ലാത്തൊരു വ്യത്യസ്തത കാലത്തിനനുസൃതമായി. കാരണം നമ്മൾ ഈ ജാഥ വരുന്നത് വെള്ളാപ്പള്ളിയുടെ ജാഥ പോയതിനു ശേഷവും പിണറായിയുടെ ജാഥ പോയതിനു ശേഷമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് പറയാനുള്ളത്? ഈ പ്രമേയം വന്നതോടുകൂടെ എല്ലാ മതവിഭാഗങ്ങളും, കേരളം എന്ന് പറയുന്ന പൊതുസമൂഹവും ലീഗിന് എന്ത് പറയാനുണ്ട്, സംതിങ് പറയാനുണ്ട് എന്നുള്ളൊരു ഫീല് ആ പ്രമേയം ഉണ്ടാക്കി കൊടുത്തു. അതായിരുന്നു അതിൻ്റെ ഒരു വളരെ ശ്രദ്ധേയമായിട്ടൊരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, 4.25 കൊല്ലക്കാലം ഭരണത്തിൽ നിന്നിട്ടുള്ള ഭരിക്കുന്ന ഗവൺമെൻറ്റിലെ രണ്ടാം കക്ഷിയിലെ ഗവൺമെൻറ്റിൻ്റെ തന്നെ രണ്ടാമനാണ് ഈ ജാഥ നയിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് 4.25 കൊല്ലം ആകുമ്പോഴൊക്കെ ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള പ്രയാസം ഭരിക്കുന്നവർക്കുണ്ടാവും. പക്ഷേ ഒരു ചാഞ്ചല്യവും ഇല്ലാതെ ജാഥയുടെ ക്യാപ്റ്റൻ കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു, ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ ഡോക്ടർ മുനീറായി, രണ്ടുപേരും മിനിസ്റ്റേഴ്സാണ്. ബാക്കിയുള്ളവർക്ക് ബഷീർക്കും മജീദൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ രണ്ടുപേരും മന്ത്രിമാരായിരുന്നു. ഈ മന്ത്രിമാരെ സ്വീകരിക്കാൻ ജനങ്ങളുടെ തള്ളിച്ചുണ്ടാവുക എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് മീൻസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജനങ്ങളെ ഫേസ് ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല ഈ മന്ത്രിമാർക്കും പാർട്ടിക്കും എന്നുള്ള ഫീലാണ് ഈ ജാഥയിലുടനീളം കണ്ടിട്ടുള്ളത്. അതാണ് അത്യപാരമായിട്ടുള്ള ജനക്കൂട്ടം. ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചൊരു കാര്യം, യങ്സ്റ്റേഴ്സിൻ്റെ ഒരു മൂവ്മെൻറ്റാണ്. അയാളുള്ള ആളുകൾ നമുക്കറിയാം, സ്വാഭാവികമാണ്, ലീഗിൻ്റെ പരിപാടികൾ കമ്മിറ്റ്മെൻറ്റോടുകൂടി വരും. പക്ഷേ യങ്സ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് വന്നിരുന്നു. രണ്ടാമത്തെ കാര്യം, യങ്സ്റ്റേഴ്സ് വരുന്ന ആളുകളുടെ മുഖത്ത് കാണുന്ന ഒരു പ്രതീക്ഷയും ആഹ്ലാദവും ജാഥയിൽ ഉടനീളം കണ്ടിട്ടുള്ള ഒരു കാര്യം അതാണ്. അവരുടെ മുഖത്ത് അനിത സാധാരണമായൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടേതെന്ന് പറയുന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. അതാണ് ജാഥയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ചില വ്യത്യസ്തമായ ആൾക്കൂട്ടത്തിൻ്റെ ബാഹുല്യത്തെക്കാൾ കൂടുതൽ കനമുള്ള ആൾക്കൂട്ടം എന്നുവെച്ചാൽ ഒരു ത്രെഡുള്ള ഒരാൾക്കൂട്ടമാണ് ഈ
ഈ ജാഥയിൽ മുഴുവൻ കണ്ടതെന്നാണ് എൻ്റെ